ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കിച്ചൺ ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഡെയിലി ലൈഫിൽ നമ്മൾ വീട്ടമ്മമാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ടിപ്പ് നോക്കാം. നമ്മൾ തൈരൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉറയൊക്കെ ഒഴിച്ചിട്ടാണല്ലോ തൈര് റെഡിയാക്കി എടുക്കുന്നത് അല്ലേ. ഇനിയിപ്പോൾ ഉറ ഒഴിക്കാതെ തന്നെ നമുക്ക് തൈര് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ പാൽ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ചൂടോട് കൂടി തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ ഉറ ഒഴിച്ച് വെക്കുന്നത് ആ ഒരു പാത്രത്തിൽ ഇതുപോലെ എടുക്കുക. ഭരണിയിലോ കുപ്പിയിലൊക്കെ എടുക്കുക. അതിനുശേഷം ഇതുപോലെ 2 വറ്റൽമുളക് വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞെട്ടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചാൽ മതി. പിറ്റേ ദിവസം ആകുമ്പോൾ നല്ല കട്ട തൈര് നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഉണക്കമുളക് ഇല്ലെങ്കിൽ പച്ചമുളക് നമുക്ക് ഇതുപോലെ ഞെട്ടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുക വൃത്തിയാക്കിയതിന് ശേഷം. അപ്പോൾ അതാ പിറ്റേ ദിവസം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അത് കണ്ടോ നല്ല കട്ടിയായിട്ട് ഇരിപ്പുണ്ട്. നമ്മുടെ തൈര് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈസിയായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഉറയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ മാവ് അരച്ച് വെക്കുമ്പോൾ പിറ്റേ ദിവസം അത് പുളിച്ച് പൊങ്ങില്ല എന്നൊക്കെ ചിലരിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് പുളിച്ചിങ്ങനെ പതഞ്ഞ് പൊങ്ങി വരാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. കുറച്ച് പഞ്ചസാര നമ്മൾ ദോശയ്ക്കൊക്കെ അരി അരയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമ്മൾ അരി അരച്ച് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി നല്ല പുളിച്ചൊരു മാവ് നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. പഞ്ചസാരയൊക്കെ നമ്മൾ ഇട്ട് വെക്കുന്ന പാത്രത്തിൽ ചില ഉറുമ്പൊക്കെ കയറാറുണ്ടല്ലോ. അപ്പോൾ ഉറുമ്പ് വരുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് കുറച്ച് ഗ്രാമ്പു പഞ്ചസാരയുടെ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചാൽ മതി കേട്ടോ. ഉറുമ്പ് കയറുന്ന ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അടുത്ത നമ്മളിതുപോലെ ജീരകം, അത് വലിയ ജീരകമൊക്കെ ഇട്ട് വെക്കുന്ന കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ല് പോകും. അപ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്കിതുപോലെ കുറച്ച് ഗ്രാമ്പൂ, ചെറിയ ജീരകമാണെങ്കിലും വലിയ ജീരകത്തിലാണെങ്കിലും നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ അടച്ചു വെക്കുകയാണെങ്കിൽ ജീരകത്തിൻ്റെ ഒന്നും ആ ഒരു സ്മെല്ല് നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ തേങ്ങയൊക്കെ ഒരു തേങ്ങയൊക്കെ പൊടിച്ചതിന് ശേഷം ഒരു മുറി നമ്മുടെ ആവശ്യത്തിനിടത്തിന് ബാക്കി എടുത്ത് നമ്മൾ വെക്കാറുണ്ട് ഫ്രിഡ്ജിലല്ലേ. അപ്പോൾ ചിലപ്പോൾ അത് വഴുവഴുപ്പും ഒക്കെ വരാറുണ്ട്, മഞ്ഞ കളറും. അപ്പം അങ്ങനെ തേങ്ങ കേടായി പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ കുറച്ച് ഉപ്പെടുക്കുക. എന്നിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തുനിന്ന് തേച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ തേങ്ങയ്ക്കൊരു കേടും കൂടാതെ നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ മുട്ടയൊക്കെ വാങ്ങി വെക്കുന്ന സമയത്ത് അത് കുറേ ദിവസം കൂടുതൽ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ടുള്ള ടിപ്പാണ്. മുട്ടയുടെ ഈ കൂർത്ത ഭാഗം നമ്മൾ തലകീഴായിട്ട് വെക്കുക കേട്ടോ. അത് അടിയിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് മുട്ട കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അടുത്ത ടിപ്പെന്ന് പറയുന്നത് മല്ലിയിലയൊക്കെ നമുക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ സൂക്ഷിക്കാനുള്ള ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ മല്ലിയില വാങ്ങിക്കൊണ്ട് വരുമ്പോൾ അതിൻ്റെ ചീഞ്ഞതും അഴുകിയതൊക്കെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് കളയുക. അതിന് ശേഷം അതിൻ്റെ വേര് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയുക കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഏത് പാത്രത്തിലാണോ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ മല്ലിയില ഇതിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മൾ മല്ലിയില കഴുകിയിട്ടാണ് വെക്കുന്നതെങ്കിൽ നന്നായിട്ട് കഴുകി ഉണങ്ങി നന്നായിട്ട് തുടച്ച് അതിൻ്റെ ആ ഈർപ്പമൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം ഇതുപോലെ അടച്ച് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്ക് മല്ലിയില കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ കിച്ചൺ സിങ്കിൽ നിന്നുണ്ടാകുന്ന ബാഡ് സ്മെല്ല് മാറാനുള്ള ടിപ്പാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ പൗഡർ ഉണ്ടാവും, ചിലപ്പോൾ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതുപോലെ എടുത്ത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. രാത്രി കിച്ചണിലെ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കിച്ചൺ സിങ്ക് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. അതിന് ശേഷം ഇതുപോലെ പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ കിച്ചൺ സിങ്കിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ബാഡ് സ്മെല്ല് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ടിപ്സുകൾ. അപ്പോൾ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.